عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد. പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പുണ്യ മക്കാ മണ്ണിൽ ഈ വർഷത്തെ ഹജ്ജിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്നുള്ള സത്യവിശ്വാസികളായ ഹാജിമാരായ ജനലക്ഷങ്ങൾ ആ പുണ്യമണ്ണിലേക്ക് അണഞ്ഞു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ പണ്ടുകാലമുള്ളതുപോലെയല്ല വർത്തമാനകാലം. പുണ്യമക്കയിലും പരിസരങ്ങളിലും നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾ ലൈവായി കാണാനും ആസ്വദിക്കാനും നമുക്ക് മുന്നിൽ മാർഗങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ അറിയുമ്പോൾ, കേൾക്കുമ്പോൾ സകല സത്യവിശ്വാസികളും നാളിതുവരെ ആ പുണ്യഭൂമിയിലേക്ക് എത്താൻ സാധിക്കാത്ത എല്ലാ മുസ്ലിമീങ്ങളും അങ്ങോട്ടെത്താൻ കൊതിക്കുകയും അങ്ങോട്ടെത്തിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ്, സന്ദർഭമാണ് ഇത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ സംസാരിച്ചു വന്ന വിഷയം അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഇന്ന് അവസരോചിതമായി, സന്ദർഭോചിതമായി ഹജ്ജിൻ്റെ ചരിത്ര പശ്ചാത്തലവും ഹജ്ജിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഗുണപാഠങ്ങളിൽ നിന്ന് ചിലതും അതിൻ്റെ ചരിത്രത്തിൻ്റെ നാൾവഴികളിലെ ചിലതിലേക്കും നമുക്കൊരു ചെറിയ എത്തിനോട്ടം നടത്താം ഇൻഷാ അല്ലാഹ്. മക്ക, മദീന ഓരോ മുസൽമാന്റെയും ആവേശമാണ്. ആ നാടുകളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആനന്ദവും അനുഭൂതിയും മനോനുകരങ്ങളിൽ നിറയും തീർച്ചയാണ്. എങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് മക്കയെയും മദീനയെയും അവഗണിക്കാനാവും, അവമതിക്കാനാകും? ഒരിക്കലും സാധിക്കില്ല. ഇന്ന് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ചില ആളുകൾ എന്തു മക്ക, എന്തു മദീന, അതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങോട്ട് വരട്ടെ. കഅബ എന്ന് പറഞ്ഞാൽ വെറും കല്ലും മണ്ണും മാത്രമാണ് എന്നൊക്കെ തലക്കെന്തോ സാരമായ അസുഖം ബാധിച്ച പണ്ഡിത വേഷധാരികളായ ചിലർ തട്ടിവിടുന്നുണ്ട്. അതിലൊന്നും നമ്മൾ പെടണ്ട. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ആവേശമാണ്, അത് ആനന്ദമാണ്, അത് അനുഭൂതിയാണ്. മക്കയുടെ ചരിത്രവും അതിൻ്റെ മഹാത്മ്യവും നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം, ഒന്ന് അന്വേഷണം നടത്തി നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയും പരിശുദ്ധ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏറെ ഇഷ്ടപ്പെട്ട നാടാണ് അത് രണ്ടും. മക്കാ ഹറമിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് തന്നെ നമുക്ക് കാണാം. സൂറ ആലു ഇമ്രാനിന്റെ 96-ാമത്തെ വചനത്തിൽ
ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന വിവരണം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസ്, മാനവരാശിക്ക് ആരാധനയ്ക്ക് വേണ്ടി പടുത്തുയർത്തപ്പെട്ട പ്രഥമ ആരാധനാലയം, ദേവാലയം, ലല്ലദീ ബിബക്കത്ത, ബക്കയിൽ സ്ഥിതി ചെയ്യുന്ന ആ പുണ്യഗേഹം തന്നെ അഥവാ കഅബാലയം തന്നെ. മുബാറക്കൻ, അത് അനുഗ്രഹീതമായ ഭവനമാണ്, വെറും മണ്ണും കല്ലൊന്നുമല്ല, മുബാറക്കാണത്. വഹുദൽ ലിൽ ആലമീൻ, ലോകർക്കാകമാനം ദിശാബോധം നൽകുന്ന പവിത്ര ഗേഹമാണത് എന്ന് അല്ലാഹു. ഇവിടെ മക്കയെ അല്ലാഹു ബക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് മക്ക എന്ന് പറഞ്ഞത്. പിന്നെ ആ പുണ്യനാടിനെ പല നാമങ്ങളിൽ ഉമ്മുൽ ഖുറ എന്ന നാമത്തിലും മറ്റു നാമങ്ങളിലൊക്കെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പേരാണ് ലല്ലദീ ബി ബക്കത്ത, ബക്ക. എന്റെ മക്കയെ ബക്ക എന്ന് അല്ലാഹു വിളിച്ചു. മഹാന്മാരായ മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അതും ചർച്ചക്കെടുത്തിട്ടുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ ചർച്ചയിൽ പറയുന്നു, ബക്ക എന്ന് മക്കയെ അല്ലാഹു വിളിക്കാൻ കാരണം പല അർത്ഥങ്ങളും ബക്കക്കുണ്ട്. യബ്കൂന ഇൻദഹ, ബുകായിൽ നിന്ന് വന്നതാണ് ബക്ക, കരച്ചിൽ, കരയൽ, സങ്കടം. അതിൽ നിന്ന് പേരിട്ടതാണ് മക്കക്ക് ബക്ക എന്ന് വെച്ചാൽ ആ മണ്ണിലെത്തിയാൽ, മക്ക നാട്ടിലെത്തി പരിശുദ്ധ ഹറമിലേക്ക് കേറിയിട്ട് പരിപാവനമായ കഅബ മന്ദിരം കണ്ണു നിറയെ മനം നിറയെ കാണുന്ന ഒരു സത്യവിശ്വാസി ജിദ്ദയിൽ എയർപോർട്ടിൽ ഇറങ്ങി അല്ലെങ്കിൽ മദീനയിൽ ഇറങ്ങി അങ്ങനെ കാറിലോ ബസ്സിലോ പോയിട്ട് മക്ക ഹറമിലെത്തിയിട്ട് പയ്യെ നടന്ന് ആ മത്താഫിലെത്തിയിട്ട് ആദ്യമായി ആ പുണ്യഗേഹം കാണുമ്പോൾ അറിയാതെ കണ്ണുകൾ ഈറനണിയും. സന്തോഷത്തിന്റെ, സങ്കടത്തിന്റെ, തങ്ങളുടെ പാപങ്ങൾ ഓർത്തിട്ടുള്ള ഒരു കരച്ചിൽ. യബ്കൂന ഇൻദഹ, കൽബിനകത്തൽപ്പം ഈമാനുള്ള ആരും ആ നഗരത്തിൽ, ആ നാട്ടിലെത്തി ആ പുണ്യഗേഹം കണ്ടാൽ കരഞ്ഞു പോകും എന്നതുകൊണ്ടാണ് ബക്ക എന്നല്ലാഹു വിളിച്ചത്. ഒരു വ്യാഖ്യാനം. മറ്റൊരർത്ഥം ബക്ക എന്ന് പറഞ്ഞാൽ ജനത്തിരക്കുള്ള കേന്ദ്രം, ജനബാഹുല്യമുള്ള ഇടം എന്നർത്ഥത്തിലും ബക്ക എന്ന് പ്രയോഗിച്ചു. അങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങൾ. ഏതാകട്ടെ, ഈ ഭൂമിയിലെ ഏറ്റവും പരിപാവനമായ പുണ്യമേറിയ മണ്ണാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അർശിലിരുന്ന് അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി മാലോകരെ, ഈ ഭൂമിയിലുള്ള ആളുകളെ അല്ലാഹു നോക്കുമ്പോൾ ആദ്യം നോക്കുന്നതും ആദ്യം പരിഗണിക്കുന്നതും മക്ക ഹറമിലുള്ളവരെയാണ്. എന്നിട്ടാണ് പുറത്തുള്ള നാട്ടുകാരെ നോക്കുന്നതും പരിഗണിക്കുന്നതും. ഇന്നല്ലാഹ അസ്സ വജല്ല യൻളുറു ഇലാ അഹ്ലിൽ അർളി ഫീ കുല്ലി ലൈല. ഓരോ രാവുകളിലും അല്ലാഹു അവന്റെ അടിമകളെ നിരീക്ഷിക്കും, നോക്കും. ഭൂനിവാസികളായ ആളുകളെ അല്ലാഹു നോക്കും, പരിശോധിക്കും. ഫഅവ്വലു മൻ യൻളുറു ഇലൈഹി, ആദ്യമായി അല്ലാഹു നോക്കുന്നതും പരിഗണിക്കുന്നതും അഹ്ലുൽ ഹറം, മക്ക ഹറമിലുള്ള സത്യവിശ്വാസികളെയാണ് ആദ്യമായി അല്ലാഹു നോക്കുന്നതും പരിഗണിക്കുന്നതും. എന്നിട്ട് ആ നോട്ടത്തിൽ അവിടെ തവാഫ് ചെയ്യുന്ന വിശ്വാസികൾക്ക്, ഹറമിൽ നിസ്കരിക്കുന്ന സത്യവിശ്വാസികൾക്ക് തവാഫും നിസ്കാരവും ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. ചുമ്മാ ആ പരിപാവനമായ ഗേഹത്തിലേക്ക് നോക്കിയിരിക്കുന്നവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകും, അല്ലാഹു പാപമോചനം നൽകും. വെറുതെ അവിടെ ചെന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ തന്നെ, മസ്ജിദുൽ ഹറം നമുക്കറിയാലോ ഒരുപാട് തട്ടുകളാണ്. അവിടെ ഏതെങ്കിലും ഒരു മുകളിൽ പോയിട്ട് ആ മത്താഫിലേക്ക് ചുമ്മാ നോക്കിയിരിക്കുന്നത് ഒരു വല്ലാത്ത അനുഭവമാണത്. ആ നോട്ടവും ഇബാദത്താണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, യൻസിലു
അലാ ഹാദൽ ബൈതി ഫീ കുല്ലി യൗമിൻ 120 റഹ്മ. ഈ പരിശുദ്ധമായ ഗേഹത്തിന്റെ മേൽ അല്ലാഹു ഓരോ ദിവസവും കഅബാലയത്തിന്റെ നേരെ അല്ലാഹു 120 പ്രത്യേക അനുഗ്രഹങ്ങൾ ഇറക്കുന്നുണ്ട്. ഒരു ദിവസത്തിൽ അല്ലാഹു സ്പെഷ്യലായ അനുഗ്രഹം 120 റഹ്മത്തുകൾ ഈ ഗേഹത്തിന്റെ നേരെ അവതരിപ്പിക്കുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യാണ് ലോകം അകലം നിറഞ്ഞു നിൽക്കുന്നത്. സ്പെഷ്യലായ കാരുണ്യം, സ്പെഷ്യലായ റഹ്മത്ത്, അനുഗ്രഹം കഅബ മന്ദിരത്തിന്റെ നേരെ അവതരിക്കുകയാണ്. 120 റഹ്മത്ത്. 60 ലിത്വായിഫീൻ. ആ 120 റഹ്മത്തിൽ 60 റഹ്മത്തുകളും അവിടെ തവാഫ് ചെയ്യുന്നവർക്കാണ് അല്ലാഹു നൽകുന്നത്. വ40 ലിൽ മുസല്ലീൻ. ബാക്കിയുള്ള 120ൽ 40 റഹ്മത്ത് അല്ലാഹു സപ്ലൈ ചെയ്യുന്നത്, വിഹിതിച്ച് നൽകുന്നത് ലിൽ മുസല്ലീൻ, ആ പുണ്യ മണ്ണിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന, നിസ്കരിക്കുന്ന സത്യവിശ്വാസികൾക്കാണ്. 60ഉം 40ഉം 100ആയി. വഇശ്റൂന ലിന്നാളിരീൻ. അല്ലാഹു അവതരിപ്പിക്കുന്ന 120 റഹ്മത്തുകളിൽ 20 അനുഗ്രഹങ്ങൾ അല്ലാഹു വിഹിതിക്കുന്നത് ലിന്നാളിരീൻ, ചുമ്മാ പോയിട്ട് ഇങ്ങനെ നോക്കി കണ്ട് ആസ്വദിക്കുന്ന ആളുകൾക്ക്. ആ നാട്ടിൽ ചെന്നിട്ട് ചുമ്മാ നോക്കിയിരിക്കുന്നവർക്കും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ നാട് മുത്ത് റസൂലുള്ള പ്രത്യേക സാഹചര്യത്തിൽ മക്ക വിട്ടു പോകേണ്ടി വന്നു. ഹിജറ നമുക്കറിയാം. പിറകെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചെത്തുകയും ആ നാടിന്റെ അധികാരം തന്റെ കരങ്ങളിൽ അർപ്പിതമാകുകയും ചെയ്ത നേരത്ത്, മക്ക തിരിച്ചു കിട്ടിയ നേരത്ത് മത്താഫിലേക്ക് കടന്നു നിന്ന് ഹറം പള്ളിയുടെ അകത്തേക്ക് പ്രവേശിച്ച് മത്താഫിന്റെ തിരുമുറ്റത്ത് നിന്ന് പരിശുദ്ധ കഅബാലയത്തിന്റെ നേരെ നിന്നുകൊണ്ട് പുണ്യ ഹബീബ് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ഹദീസ് കിതാബുകളിലൊക്കെ കാണാം. വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹ് വഅഹബ്ബു ബിലാദില്ലാഹി ഇലല്ലാഹ് വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. മക്കയോടുള്ള ബന്ധാണത്. സ്വന്തം നാട് എന്ന അർത്ഥത്തിൽ മാത്രമല്ല, ഞാൻ ഇവിടെയാണ് പറഞ്ഞത്, ഞാൻ ഇവിടെയാണ് കളിച്ചു വളർന്നത്, എന്റെ യുവത്വം ഇവിടെയാണെന്നൊന്നും അല്ല റസൂലുള്ള പറഞ്ഞത്. പിന്നെന്താ കഅബ കൊള്ള തിരിഞ്ഞു നിന്ന് പറഞ്ഞത്? വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാഹ്, പടച്ച തമ്പുരാൻ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലയോ മക്ക, അല്ലയോ ഹറമേ, അല്ലയോ കഅബ മന്ദിരമേ, ഈ നാട്, ഈ വിണ്ണ്, ഈ മണ്ണ്, ഇന്നക ലഖൈറു അർളില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിലെ ഉത്തമമായ മണ്ണ്, ഭൂമിയാണ് നീ. വഅഹബ്ബു ബിലാദില്ലാഹി ഇലല്ലാഹ്, അല്ലാഹു പടച്ചൊരുക്കി വെച്ച ഉരുണ്ട ഭൂമിയിലെ കരകളായ ഒരുപാട് നാടുകൾ, ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് രാഷ്ട്രങ്ങൾ, വൻകരകൾ, വില്ലേജുകൾ, ഗ്രാമങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരിയായ നാട് നീയാണ് മക്ക. അതുകൊണ്ട് എനിക്കും നീ പ്രിയപ്പെട്ടതാണ്. ഞാൻ കുറച്ച് നാളുകൾ, ഏതാനും വർഷങ്ങൾ നിന്നിൽ നിന്ന് അകന്ന് ജീവിച്ചിട്ടുണ്ട്, അകന്ന് കഴിഞ്ഞിട്ടുണ്ട്. വലൗ അന്ന ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, തീർച്ചയായിട്ടും ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ, എറിഞ്ഞ് ഓടിക്കപ്പെടില്ലായിരുന്നെങ്കിൽ, ഇവിടെ നിന്ന് പുറത്താക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മാ ഖറജ്തു, നിന്റെ മടിത്തട്ടിൽ നിന്ന് ഈ മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പുറത്തു പോകുന്ന പ്രശ്നമല്ല. വിധി കൊണ്ട്, സാഹചര്യം കൊണ്ട് കുറച്ച് നാള് ഞാൻ മാറി നിന്നതാണ്. എനിക്ക് നീ പ്രിയങ്കരി തന്നെ. ഇത്ര മഹത്തുള്ള നാടാണത്. അതുകൊണ്ട് തന്നെ ആ മണ്ണിൽ, ആ നാട്ടിൽ വെച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കും ദുഷ്കർമ്മങ്ങൾക്കും വലിയ പവറാണ്. നന്മകൾക്ക് വലിയ പവറാണ്, തിന്മകൾക്കും പ്രതികൂലമായ പവർ സാധാരണ നാടുകളിലുള്ളത് പോലെയല്ല.
നമുക്കറിയാം മക്ക ഹറമിലെ സൽക്കർമ്മങ്ങളുടെ പവർ. ഒരു നിസ്കാരത്തിന് 1,00,000 ഇരട്ടി പ്രതിഫലമാണ് അവിടെ ലഭിക്കുക. അള്ളാഹു നമുക്ക് എമ്പാടും തൗഫീഖ് തരട്ടെ. 1,00,000. തിന്മകളോ അവിടെ വെച്ച് ചെയ്യുന്ന കുറ്റങ്ങളോ അതിന്റെ തിക്തഫലവും അതിന്റെ ദുരന്തവും അതിന്റെ ശിക്ഷയും വളരെ വലിയ കനത്തതാണ്. ഇക്കാരണത്താൽ പൂർവികരായ സ്വഹാബാക്കളും താബിഉകളും തബഉ താബിഉകളുമൊക്കെ പരിധി വിട്ട് മക്കയിൽ തങ്ങുന്നത് വെറുത്തിരുന്നു. ഹജ്ജിന് പോവുകയാണെങ്കിൽ ഹജ്ജ് ചെയ്യാ, സ്റ്റാൻഡ് വിടുക. ഉംറക്ക് പോവുകയാണെങ്കിൽ ഉംറ ചെയ്യാ, ആഗ്രഹം മരിക്കും മുമ്പ്, അതിനോടുള്ള താല്പര്യം അവസാനിക്കും മുമ്പ് അവിടെ വിട്ടു പോരുക. കൂടുതൽ പരിധി വിട്ട് അധിക നാളുകൾ മക്കയിൽ തങ്ങുന്നതിനെ പൂർവീകരായ സലഫു സ്വാലിഹുകൾ വെറുത്തിരുന്നു. അവരത് വിലക്കിയിരുന്നു. അധികം അവിടെ ആരും തങ്ങല്ലേ, അധികം അവിടെ ആരും താമസിക്കല്ലേ. എന്തുകൊണ്ട്? 3 കാരണങ്ങളാണ് അവർ പറഞ്ഞത് സലഫു സ്വാലിഹുകൾ. 3 കാരണങ്ങളാൽ അധികമായി മക്കയിൽ ആരും പാർക്കരുത്, താമസിക്കരുത്, തങ്ങരുത്. ഒന്ന് അമിതമായി അവിടെ താമസിച്ചാൽ അതിനോടുള്ള ആദരവ് മനസ്സിൽ നിന്ന് മരിക്കും. ഏതൊന്നിനോടും പരിധി വിട്ട അടുത്താല്, ഇപ്പൊ സാധാരണ പള്ളിയോട് 5 നേരം നിസ്കരിക്കാൻ വരുന്ന, വെള്ളിയാഴ്ച വന്നു പോകുന്ന, റമദാനിലൊക്കെ ഇത്തിക്കാഫ് ഇരിക്കുന്ന സാധാരണക്കാരായ വിശ്വാസികൾക്ക് പള്ളിയോടുണ്ടാകുന്ന ആദരവ് പള്ളിയിൽ അന്തേവാസികളായി എന്നെപ്പോലെ ഇവിടുത്തെ ജോലിക്കാരായി നിൽക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കുറയും. ഏതൊന്നിനോടും പരിധി വിട്ടടുത്താല് ആ ആദരവ് കുറയും. അത് മനുഷ്യന്റെ ഒരു മൈൻഡാണ്. മനുഷ്യൻ ആഗ്രഹിച്ചത് സ്വായത്തമാകുന്നതോടെ ആ ആഗ്രഹം അവിടെ മരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പരിധി വിട്ടവിടെ താമസിച്ച് അതിനോടുള്ള ബഹുമാനാദരവുകൾ മനസ്സിൽ നിന്ന് മരിക്കാനിടവരരുത്. ഈ കാരണത്താൽ ഹജ്ജ് മാസമെത്തി, ഹജ്ജ് വേള വന്ന്, ഹജ്ജിന്റെ സമയം കഴിഞ്ഞ് അതിന്റെ അഅ്മാലുകൾ അവസാനിച്ചു കഴിഞ്ഞാൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മത്താഫിലേക്ക്, കഅബാലയത്തിന്റെ തിരുമുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് ഉറക്കെ വിളിച്ചു പറയാറുണ്ടായിരുന്നു. ഹജ്ജ് കഴിഞ്ഞാല് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞാല് മത്താഫിൽ ഇറങ്ങിയിട്ട് പറയും, യാ അഹ്ലൽ യമൻ യമനക്കും, യമനുകാരെ നിങ്ങൾ ഹജ്ജിന് വന്നവരല്ലേ, പെട്ടെന്ന് യമനിലേക്ക് പൊക്കോളൂ, ഇവിടെ നിൽക്കരുത്. യാ അഹ്ലൽ ഇറാഖ് ഇറാഖക്കും, ഇറാഖിൽ നിന്ന് ഹജ്ജിന് വന്നവരെ ഇറാഖക്കും പെട്ടെന്ന് വണ്ടി എടുത്ത് വിട്ടോളൂ. യാ അഹ്ല ശാം, ശാമുകാരെ ശാമക്കും നിങ്ങൾ നാട്ടിലേക്ക് പൊക്കോളൂ, ഇവിടെ പരിധി വിട്ട് തങ്ങാൻ അനുവദിക്കില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. ഒരു കാരണം. രണ്ടാമത്തെ കാരണം, പെട്ടെന്ന് പോയാലാണ് പെട്ടെന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള കൊതി ഉണ്ടാകാൻ പോകാൻ പറ്റുക. പോന്നാലല്ലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. ഈ ഗേഹത്തെ മസാബത്തൽ ലിന്നാസ്, ജനങ്ങൾക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രമാക്കി. അതുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോന്നാലാണ് വീണ്ടും വരാനുള്ള ആഗ്രഹം ഉണ്ടാവും, വീണ്ടും വരിക. മസാബത്തൽ ലിന്നാസ്, ഇതിന് അവിടുന്ന് തിരിച്ചു പോരണം. മൂന്നാമത്തെ കാരണം മഹാന്മാര് പറഞ്ഞത്, മനുഷ്യനല്ലേ, ചോരയും നീരുമുള്ള മനുഷ്യനല്ലേ, വിചാരവികാരങ്ങളുള്ള മനുഷ്യരല്ലേ, സ്വാഭാവികമായും ആത്മനിയന്ത്രണങ്ങളൊക്കെ പാലിച്ചു പിടിച്ചു നിന്നാലും പരിധി വിട്ട് അവിടെ നിന്നാലും പിടിവിട്ടു പോകും, ചിന്ത പിടിവിട്ടു പോകും, പ്രവർത്തനങ്ങൾ റോങ്ങാകും, അരുതാത്തത് പറഞ്ഞു പോകും, അരുതാത്തത് ചെയ്തു പോകും. മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഏതൊരു നാട്ടിൽ വെച്ചും ഒരാൾ ഒരു കുറ്റം ചിന്തിച്ചാൽ ആ ചിന്ത കൊണ്ട് മാത്രം അയാൾ കുറ്റവാളിയാവില്ല. മൂവാറ്റുപുഴയിൽ വെച്ച്, നമ്മുടെ നാട്ടിൽ വെച്ച് ഒരു കുറ്റം ചെയ്യാൻ പ്ലാൻ ഇട്ടു, ഒരു പലിശയുടെ കേസ്, ഒരു കളവിന്റെ കേസ് മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്തു, പക്ഷെ അത് ചെയ്തില്ല എങ്കിൽ അയാൾ കുറ്റവാളിയല്ല. ഒരു കുറ്റം വിചാരിക്കൽ കൊണ്ട് ഒരു നാട്ടിലുള്ള മുസൽമാനും കുറ്റവാളിയാവുകയില്ല. എന്നാൽ പരിശുദ്ധ മക്ക ഹറമിൽ വെച്ച് ഒരാൾ കുറ്റം ചിന്തിച്ചാൽ, കുറ്റം ചെയ്യാനുള്ള ഉദ്ദേശം വെച്ചാൽ, അതുകൊണ്ട് തന്നെ അയാൾ കുറ്റവാളിയായി മാറും.
ചുമ്മാ അടിച്ചുവിടല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം പറയുന്നത്, ഈ വിധി പറയുന്നത്. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽം. മക്കയിൽ വെച്ച്, ഹറമിൽ വെച്ച് ഒരാളൊരു ലുൽമ്, ഒരു അക്രമം, ഒരു റോങ് വാക്കോ പ്രവൃത്തിയോ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നുദിഖുഹു, ആ ചിന്തിച്ചവനെ നാം അനുഭവിപ്പിക്കും. അദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ അനുഭവിപ്പിക്കും നാം എന്ന്. എന്തുകൊണ്ട്? ചിന്ത കൊണ്ട് ചെയ്താലോ, ഒരു കുറ്റവടച്ച് ചെയ്താലോ, അരുതാത്തൊരു വാക്ക് മൊഴിഞ്ഞാലോ, അരുതാത്തൊരു പ്രവൃത്തി ആ പുണ്യമണ്ണിൽ വെച്ച് ചെയ്തു പോയാലോ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മറ്റൊരു സഹാബി, പ്രഗൽഭരായ പ്രസിദ്ധരായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ വെച്ചൊരു കുറ്റം ചെയ്താൽ പുറംനാടുകളിൽ വെച്ച് ചെയ്യുന്ന 70 കുറ്റത്തിലേറെ അപകടകരമാണ്. നമ്മൾ ഇവിടെ വെച്ച് 70 കളവ് പറയലും ആ മണ്ണിൽ വെച്ച് ഒരൊറ്റ കളവ് പറയലും, തിന്മ തൂക്കി നോക്കിയാൽ ആ ഒറ്റ കളവിനാണ് കുറ്റത്തിന്റെ ഗാംഭീര്യം കൂടുക. പുറം നാടുകളിൽ വെച്ച് 70 പാപം ചെയ്യുന്നതിലേറെ അപകടകരമാണ് ആ മണ്ണിൽ വെച്ച് ഒരു കുറ്റം ചെയ്യുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത്ര മഹത്വമുള്ള മണ്ണ്. നമ്മളിപ്പോ അവിടെയല്ല, ആ ജനലക്ഷങ്ങളിൽ നമ്മളില്ല. ഈ വർഷത്തെ വിധിയിൽ നമ്മൾ, രേഖയിൽ, അള്ളാഹുവിന്റെ കണക്കിൽ നമ്മളില്ല. നമ്മൾ നമ്മുടെ നാടുകളിലാണുള്ളത്. എങ്കിലും മനസ്സങ്ങോട്ടെത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട്? 5 നേരത്തെ നിസ്കാരങ്ങളിൽ നാം മുഖവും ശരീരവും തിരിച്ചു വെക്കുന്നത് അങ്ങോട്ടാണ്. 5 വക്തുകൾക്കപ്പുറം സകല സുന്നത്ത് നിസ്കാരങ്ങളിലും നമ്മുടെ മുഖം നേരിടിക്കുന്നത് ആ പുണ്യമണ്ണിലേക്കും വിശുദ്ധ ഗേഹത്തിലേക്കുമാണ്. മരണാസന്നരായ രോഗികളെ കിടത്തുന്നത്, മരിച്ചവരെ കിടത്തുന്നത്, മരണപ്പെട്ടവരെ ഖബറിൽ കിടത്തുന്നത് ആ പുണ്യഗേഹത്തിന്റെ നേരിടിച്ചാണ് കിടത്തുന്നത്. മുഅ്മിനീങ്ങളെ, മുഖവും ശരീരവും മാത്രം ആ പരിഭാവനമായ ഗേഹത്തിലേക്ക് നേരിടിച്ചത് കൊണ്ട് മാത്രമായില്ല, മനസ്സ് ആ ഗേഹത്തിൽ ലിങ്കിടാകണം. ആ ഗേഹത്തിലും അതിന്റെ ഉടമസ്ഥനിലേക്കും നമ്മുടെ മനസ്സ് സഞ്ചരിക്കണം. അതിനാണ് മൂല്യമുള്ളത്, അതിനാണ് മാർക്കുള്ളത്. നമ്മൾ അവിടെ പോയാലും നമ്മൾ അവിടെ പോയില്ലെങ്കിലും, അങ്ങോട്ട് പോകാൻ അവസരമൊത്താലും അവസരമൊത്തില്ലെങ്കിലും, ഇത് ഓരോ മുസൽമാനും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടുന്ന ക്വാളിറ്റിയാണ്. ഏത്? ആ വിശുദ്ധ ഗേഹത്തിലേക്കാണ് നാം നേരിട്ട് നിൽക്കുന്നത്. പ്രാർത്ഥനകളിൽ, ആരാധനകളിൽ നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ മുഖവും ശരീരവും നേരിടിക്കുന്നത്. ആ വിശുദ്ധ ഗേഹത്തിലേക്കും അതിന്റെ ഉടമസ്ഥനായ നാഥനിലേക്കും ആത്മീയമായ പ്രയാണം, മാനസികമായ യാത്ര, അടുപ്പം, അത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതിനാണ് മാർക്ക്. അതില്ലാതെ അവിടെ ഒരു 10 തവണ 25 തവണ പോയിട്ടും കാര്യമില്ല. നമുക്കറിയാം, അബൂ ജഹൽ, അബൂ ലഹബ്, അബൂ തോലിബ് പോലത്തെ ആളുകൾക്ക് ആ പുണ്യഗേഹവുമായി അടുപ്പം കിട്ടാത്തവരല്ലല്ലോ, സഹവാസം കിട്ടാത്തവരല്ലല്ലോ. ആ മണ്ണിൽ, പുണ്യമേറിയ മണ്ണിൽ തന്നെ പിറന്നവരാണവര്, അവിടെ വളർന്നവരാണവര്. വിശുദ്ധ ഗേഹത്തിന്റെ സഹവാസം വർഷങ്ങൾ ലഭിച്ചവരാണവർ. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയോ? ഇല്ല. എന്നാൽ പോകാനാകാത്ത പട്ടിണിപ്പാവങ്ങൾ, സാമ്പത്തികമില്ലാത്ത കാരണത്താൽ അങ്ങോട്ട് പോകാനാകാത്ത ഒരുപാട് പാവങ്ങൾ, അതുപോലെ ആരോഗ്യമില്ലാത്ത, അവശത അനുഭവിക്കുന്ന രോഗികൾ മക്ക, മദീന എന്ന് കേൾക്കുമ്പോൾ കരഞ്ഞു പോകുന്ന സത്യവിശ്വാസികൾ. അവർക്ക് പോകാൻ വയ്യ, ഒന്നുകിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ ആരോഗ്യമില്ല. പക്ഷേ അതവരെ വികാരമാണ്. ഇങ്ങനെയുള്ള ആളുകൾ വഹും അഖ്റബു ഇലാ ഹാദൽ ബൈത്തി മിമ്മൻ യതൂഫു ബിഹി, അവർ ആ വിശുദ്ധ ഗേഹവുമായി അടുത്തവരാണ്. അവിടെ വന്ന് തവാഫ് ചെയ്യുന്ന പലരെക്കാളും പല ആളുകളെക്കാളും അവിടെ എത്തിയവരെക്കാൾ ആ ഗേഹവുമായി അടുത്തവരുണ്ട്. ഈ പാഠമാണ് ഈ സമയത്ത് നമ്മൾ പഠിക്കാനുള്ളത്. എത്താനുള്ള കൊതി, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനു വേണ്ടിയുള്ള ആഗ്രഹം മനസ്സിൽ
ആക്റ്റീവാക്കി നിർത്തുന്നതോടൊപ്പം ആ ഗേഹവുമായിട്ടുള്ള വൈകാരികമായ അറ്റാച്ച്മെന്റ്, അതുകൊണ്ട് നമുക്കതിലേക്ക് അടുക്കാൻ പറ്റും. ആ അടുപ്പത്തിനാണ് അള്ളാഹുവിങ്കൽ മാർക്കുള്ളത്. അതോടൊപ്പം നമുക്ക് ഫിസിക്കലായി അങ്ങോട്ട് പോകാൻ പറ്റിയാൽ അതൊരു വലിയ നേട്ടമാകും. മാനസികമായും ആത്മീയമായും അള്ളാഹു അങ്ങോട്ട് നമ്മെയൊക്കെ അടുപ്പിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ ചരിത്രം വളരെ വിശദമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കത് പറഞ്ഞു തീർക്കാനാവില്ല. എന്നിരുന്നാലും 4000 വർഷം മുമ്പ് ആ പരിശുദ്ധമായ മണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു നൂറ്റാണ്ട് മുന്നത്തെ ചിത്രങ്ങളൊക്കെ നെറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ 1910, 20, 30 ഉള്ള കഅബാലയത്തിന്റെ മാറ്റം, ഹറം പള്ളിയുടെ രൂപങ്ങളൊക്കെ നെറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തൊക്കെ ഹാജിമാര് വരുന്ന രംഗമൊക്കെ. ഇന്നുള്ള അവസ്ഥ അതും നോക്കുമ്പോൾ എന്തൊരു ഡിഫറൻസാണ്. അപ്പൊ 4000 കൊല്ലം മുമ്പുള്ള അവസ്ഥ ഓർത്ത് നോക്കൂ. പാറകളും പർവ്വത നിരകളും നിരന്ന് നിൽക്കുന്ന അധികരിച്ച ഒരു ഭൂപ്രദേശം, വാസയോഗ്യമല്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത, വെള്ളമില്ലാത്ത, ജനങ്ങൾ തിരിഞ്ഞു നോക്കാത്ത ഒരു മരുപ്പറമ്പ്. അവിടെ അള്ളാഹുവിന്റെ കഅബ ആദ്യമായി മാലാഖമാരെ കൊണ്ട് അള്ളാഹു പണിയിപ്പിച്ചു. ഭൂമിയിൽ വന്ന ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം അത് പുതുക്കി പണിതു എന്ന് ചരിത്രകാരന്മാർ. പിറകെ കാലപ്പഴക്കം കൊണ്ടും നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് സംഭവിച്ച തൂഫാൻ പ്രളയം കൊണ്ടും അത് ഇടിഞ്ഞു തകർന്ന് ഇല്ലാതെയായിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമും അതിനെ പുനരുദ്ധരിക്കുന്നത്. ആ ചരിത്രം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. സ്വഹീഹായ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ, സ്വഹാബി വര്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയിൽ നിന്ന് കേട്ടു പഠിച്ച ചരിത്രം പറയുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അഖബല ഇബ്രാഹിമു ബി ഇസ്മാഈല വ ഉമ്മിഹി ഹാജർ അലൈഹിമുസ്സലാത്തു വസ്സലാം. അള്ളാഹുവിന്റെ ആജ്ഞ വരികയാണ്. അന്ന് ആരും തിരിഞ്ഞു നോക്കാത്തൊരു മണ്ണാണ് മക്ക. അള്ളാഹുവിന്റെ വിധി വരികയാണ്, താങ്കൾക്ക് വാർദ്ധക്യകാലത്ത് കനിഞ്ഞു കിട്ടിയ ഈ ആരംഭ പൂവിനെയും അതിന്റെ തള്ളയെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കൂ. ഈ വഹയി കിട്ടിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാജർ ബീവിയോട് പറഞ്ഞു, നമുക്കൊരു ഇടം വരെ പോവാണ്ട്. എങ്ങോട്ട് എന്തിനെന്നൊന്നും പറഞ്ഞില്ല, എങ്ങോട്ട് എന്തിന് എന്നൊന്നും പറഞ്ഞില്ല. ഒരു ഇടം വരെ പോകാണ്ട്. ഒരു ഒട്ടകപ്പുറത്ത് കയറി, ഒരു തോൽപാത്രത്തിൽ കുറച്ച് വെള്ളവും ഒരു കൊട്ടയിൽ അല്പം ഈത്തപ്പഴവും വെച്ച് യാത്ര തുടരുകയാണ്. വഹിയ തുർലിഉഹു, ഇസ്മായിൽ അലൈഹിസ്സലാമിനെ മുലയൂട്ടുന്ന പിഞ്ചു പൈതലായ സമയത്ത് മഹദി അതിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഒട്ടകപ്പുറത്ത് കയറി മക്കയിലെത്തി. ഇന്ന് കഅബാലയമുള്ള സ്ഥലത്തെത്തിയപ്പോ തള്ളയെയും കുഞ്ഞിനെയും അവിടെ ഇറക്കിയിട്ട് ഒട്ടകപ്പുറത്ത് കൊണ്ടുവന്ന തോൽപാത്രത്തിലെ വെള്ളവും ഒരു ചെറിയ പാത്രത്തിലുണ്ടായിരുന്ന ഈത്തപ്പഴവും വെച്ചു കൊടുത്തു. ഫഖഫ ഇബ്രാഹിം അലൈഹിസ്സലാം. അത് വെച്ചു കൊടുത്തിട്ട് അദ്ദേഹം തിരിഞ്ഞിട്ടൊരൊറ്റ നടക്കല. എന്തിനാ അവിടെ വന്നത്? എത്ര ദിവസം ഒന്നും മിണ്ടാതെ ആ ഇച്ചിരി വെള്ളവും ഈത്തപ്പഴവും വെച്ചു കൊടുത്ത് ഫഖഫ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞൊരു നടക്കല. ഏത്? നമ്മൾ യാത്രക്കിടയിൽ മുള്ളാണ്ടായപ്പോ കെട്ടിയോളോട് കാറിൽ ഇരിക്കുക, അവിടെ ഇരിക്കും, ഇപ്പൊ വരാറിന് പറഞ്ഞ പോക്കല്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോ സ്റ്റാൻഡിൽ കെട്ടിയോളെ നിർത്തി ഇച്ചിരി ബേക്കറി മേടിച്ചു വരാന്ന് പറഞ്ഞ പോക്കല്ല. എന്നാ തന്നെ നമ്മള് ഭാര്യ കുടുംബത്തൊരു സ്ഥലത്ത് നിർത്തിയാല് 2 കണ്ണുകൊണ്ടല്ല 10 കണ്ണുകൊണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അത് വേണം. ഇവിടെ നിർത്തിയിട്ടതും വെച്ചു കൊടുത്ത് ഒരൊറ്റ തിരിഞ്ഞൊരു നടപ്പ് നടന്നപ്പോ ഫതബിഅതുഹു ഉമ്മു ഇസ്മായിൽ, ഇസ്മായിലിന്റെ ഉമ്മയായ പ്രിയപ്പെട്ട ഹാജർ പിറകെ ഓടി വന്നു, കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഓടി വന്നു. ഫഖാലത്, മഹദി ചോദിച്ചു, അയ്ന തദ്ഹബു വതത്റുകുനാ ബിഹാദൽ വാദി, ഈ തെരുവിൽ എന്നെയും കുഞ്ഞിനെയും വിട്ടേച്ച് പ്രിയപ്പെട്ടവരെ താങ്കൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഫജഅല ലാ യതകല്ലം, ഒരു മറുപടിയും പറഞ്ഞില്ല. അദ്ദേഹം പോവന്നെ, തിരിഞ്ഞാ നടന്ന നടത്തം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യണേ, നടക്കന്നെ.
മഹദി പിറകെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അയിന തദ്ഹബു, അങ്ങ് എങ്ങോട്ടാ പോകുന്നത്? വതത്റുകുനാ ബിഹാദൽ വാദി വലൈസ ബിമക്കത യൗമഇദിൻ അഹദുൻ വലൈസ ഫീഹാ മാ. അന്ന് ജനങ്ങളാരും തിരിഞ്ഞു നോക്കാത്ത, ഒരാളും അങ്ങോട്ട് കടന്നു വരാത്ത, ഒരു തുള്ളി വെള്ളമില്ലാത്ത, ഒരു പുൽക്കൊടി മുളച്ചു പൊങ്ങാത്ത തികച്ചും മരുപ്പറമ്പ്. ഈ തെരുവിൽ എന്നെയും കുഞ്ഞിനെയും വിട്ടേച്ച് അങ്ങ് എങ്ങോട്ടായി പോകുന്നത്? ഫഖാലത്ത് മിറാറ, മഹദി പിറകെ ഓടി വന്ന് ഇത് തന്നെ ആവർത്തിച്ച് ചോദിച്ചപ്പോ ഫജഅല ലാ യൽതഫിതു ഇലൈഹാ, ഹദീസിൽ കാണാ, ബുഖാരിയിൽ കാണാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഫജഅല ലാ യൽതഫിതു ഇലൈഹാ, ഒന്ന് തിരിഞ്ഞു നോക്കിയാലല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുന്നില്ല, പോണ പോക്ക് പോവന്നെ. അവസാനം ഗതികെട്ട് ഹാജർ ബീവി ചോദിച്ചു, അല്ലാഹക അമറക ബിഹാദാ, അങ്ങയുടെ അല്ലാഹ് ഇതിന് കൽപ്പിച്ചിട്ടാണോ ഈ പണി ചെയ്തു പോകുന്നത്? അപ്പോഴും മിണ്ടിയില്ല. ഫഅശാറ ബിദഖനിഹി, തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അതെ. അപ്പോൾ മഹദി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇദല്ലാ യുളയ്യിഉനാ, അല്ലാഹു ഞങ്ങളെ പാഴാക്കൂല, പ്രിയപ്പെട്ടവര് പൊക്കോളൂ. പോയി നടന്നു. മഹദി ഇങ്ങോട്ട് ആ ഇറക്കിയോട് തന്നെ വന്ന് കുഞ്ഞിനെ ആ മണൽ തരിയിൽ വെച്ച് അവിടെ ഇരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടന്ന് ജബൽ അബി ഖുബൈസിന്റെ താഴ്വാരത്തെത്തിയപ്പോ, നീ തിരിഞ്ഞു നിന്നാല് എനിക്ക് അവരെ കാണാൻ പറ്റൂല, അവരെന്നെ നോക്കിയാല് അവർക്ക് എന്നെയും കാണാൻ പറ്റൂല, അത്രയും അകലം. ആ അകലത്തിലെത്തിയപ്പോ ജബൽ അബി ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്വാരത്തെത്തിയപ്പോ ഫതവജ്ജഹ ഇലൽ ബൈത്ത്, കുഞ്ഞിനെയും തള്ളയെയും പാർപ്പിച്ച കഅബാലയമുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് നടത്തിയ പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിന്റെ 37-ാമത്തെ സൂക്തം. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി. ഇതൊരു പരീക്ഷണമാണ്. ഇബ്രാഹിം നബിക്ക് വേദന ഉണ്ടാവും. ഈ ദുആന്റെ ശൈലി എന്നെ നോക്ക്. റബ്ബി ഇന്നി എന്നല്ല പറയുന്നത്, റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഇന്നി, തീർച്ചയായിട്ടും ഞാൻ, അസ്കൻതു മിൻ ദുർരിയതി, എന്റെ കുടുംബത്തിലുള്ള എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും ഞാൻ പാർപ്പിച്ചിരിക്കുന്നു. ഇൻദ ബൈതികൽ മുഹറം ബിവാദിൻ ഗൈരി ദീ സറഅ, കൃഷിയോഗ്യമല്ലാത്ത, വാസയോഗ്യമല്ലാത്ത ആ തെരുവിൽ, മരുപ്പറമ്പിൽ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. അല്ലാ, നിന്റെ നിർദ്ദേശപ്രകാരം അവരെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. അല്ലാ, ഇൻദ ബൈതികൽ മുഹറം, നിന്റെ പരിപാവനമായ ഗേഹത്തിന്റെ ചാരത്ത്. റബ്ബനാ ലിയുഖീമുസ്സലാ, എന്റെ ലക്ഷ്യം അവിടെ നിസ്കാരം നിലനിൽക്കണമല്ലാ. ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം, മാലോകരുടെ, മനുഷ്യ ജനതയുടെ ചിന്തയെ, മനസ്സിനെ എന്റെ കുടുംബത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. വർസുഖുഹും മിനസ് സമറാത്ത്, പലവിധ ഫലങ്ങൾ, പഴങ്ങൾ എന്റെ കുടുംബത്തിനെ നീ ഭക്ഷിപ്പിക്കണമേ തമ്പുരാനെ. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം. ഇതാണ് ദുആ. പടച്ചോനെ, കൃഷിയില്ലാത്ത, വെള്ളമില്ലാത്ത, പുല്ലില്ലാത്ത ആ മരുപ്പറമ്പിൽ ഞാൻ നിന്റെ നിർദ്ദേശപ്രകാരം അവരവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഗേഹത്തിന്റെ ചാരെ അവിടെ നിസ്കാരം ഡെവലപ്പാകണം, നിലനിൽക്കണം. മാലോകരൊക്കെ അവരുടെ ചിന്തയും മനസ്സൊക്കെ അങ്ങോട്ട് അടുപ്പിക്കണമല്ല, എല്ലാ പഴങ്ങളും അവിടെ എത്തിക്കണമല്ല. ഇങ്ങനത്തെ ആ മരുപ്പറമ്പിൽ ഇന്ന് ലോകത്തേത് നാട്ടിലുള്ള പഴം അവിടെ കിട്ടും. മാലോകരുടെ മനസ്സങ്ങോട്ട് ആകർഷിക്കപ്പെട്ടിരിക്കുകയാണ് ആ ദുആണത്. ഇതും ദുആ ചെയ്തിട്ട് ഒറ്റ വിടല, അങ്ങോട്ട് വിട്ടുപോയി. കുഞ്ഞും തള്ളയും തോൽപാത്രത്തിലുണ്ടായിരുന്ന വെള്ളം കുടിച്ചു, ഈത്തപ്പഴം കഴിച്ചു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ 2 പാത്രവും കാലിയായി. വെള്ളമില്ല, ഭക്ഷണമില്ല. അവിടെ നിന്നു. ഫഅതശത്ത്, മഹദിക്ക് വിശപ്പും ദാഹവും വരാൻ തുടങ്ങി. കാരണം കുഞ്ഞിന് പാലൂട്ടണല്ലോ. ആദ്യം മഹദിക്ക് വിശപ്പും ദാഹവും വന്നു. ആ സ്തനകുംഭങ്ങൾ, പാല് ചുരത്തുന്ന മഹദിയുടെ സ്തനകുംഭങ്ങൾ വറ്റി വരണ്ടുപോയപ്പോൾ കുഞ്ഞിന് പാല് കിട്ടാതെയായി. കുഞ്ഞിനും വിശപ്പും ദാഹവും ഉണ്ടായി. എന്താ ചെയ്യാ? ഒന്നും കിട്ടാനില്ല, ആരും വരാനുമില്ല.
ആരംഭപ്പൂവിന്റെ ശരീരത്തിലേക്ക് ചെഞ്ചുണ്ടുകളിലേക്ക് നോക്കിയപ്പോ വറ്റിവരണ്ട ചുണ്ടുകളും ഒട്ടി ഉണങ്ങിയ വയറും കണ്ടപ്പോ മഹദിക്ക് ഉറപ്പായി, ഈ കുഞ്ഞ് ലൈവായി മരിക്കുന്നത്, ദാഹിച്ചു പട്ടിണി കിടന്ന് മരിക്കുന്നത് തള്ളയായി എനിക്ക് നോക്കി നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ മഹദി ഫന്തലഖത് കറാഹിയത അൻ തൻദുറ ഇലൈഹി, ബുഖാരിയിൽ കാണാം, മഹദി അവിടുന്ന് എണീറ്റു. ഇന്ന് സംസം കിണർ നിലകൊള്ളുന്ന ഭാഗത്ത് ആ മണലാരുണ്യത്തിൽ കുഞ്ഞുമോനെ കിടത്തിയിട്ട് ഒട്ടിയ വയറ്, ഒരു പനി പിടിച്ചിട്ട് നമ്മളെ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ച് കിടക്കുന്നത് തന്തക്കും തള്ളക്കും കാണാൻ പറ്റുമോ മുഅ്മിനീങ്ങളെ? ഇതേതാ അവസ്ഥ? ഒട്ടിയ വയറ്, ഉണങ്ങി വരണ്ട ചുണ്ടുകൾ, ആ കുഞ്ഞിന് കരയാൻ പോലും എനർജിയില്ല. ഇനി ഈ കുഞ്ഞ് അടുത്ത നിമിഷം മരിക്കാൻ പോവാണ് എന്ന് മനസ്സിലാക്കിയ മഹദി ഫന്തലക്കത്ത് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ടാണ് എണീറ്റു. ആ മരണം കാണാനുള്ള മനക്കരുത്തില്ലാത്തത് കൊണ്ട് എണീറ്റു. നേരെ സഫാ കുന്നിലേക്ക് പോയി കയറിയിട്ട് നോക്കി അകലങ്ങളിലേക്ക്, മരുഭൂമിയുടെ അനന്ത വിഹായസിലേക്ക് നോക്കി. ഏതെങ്കിലും കാഫില സംഘങ്ങൾ വരുന്നുണ്ടോ? മനുഷ്യന്മാരാരെങ്കിലും വരുന്നുണ്ടോ? ഒരൽപ്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ, ആഹാരം കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല. മറുവാ കുന്നിലേക്ക് ഇറങ്ങി ഓടി. 7 തവണ ഓട്ടം പൂർത്തിയായപ്പോഴേക്ക് ആ പിഞ്ചു പൈതൽ കാലിട്ടടിച്ച ഭാഗത്ത് സംസം അണപൊട്ടി ഉറവയെടുക്കുകയാണ്. മഹദിയുടെ തവക്കുലിന്റെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അർപ്പണബോധത്തിന്റെ പ്രതിഫലം സംസമായി ഈ ലോകത്ത് ഇന്നും അത് വറ്റാതെ നിലനിൽക്കുകയാണ്. ലോകത്തെ ജനകോടികളായ മുസ്ലിമീങ്ങൾ കുടിച്ചിട്ടും തീരാത്ത വറ്റാത്ത ഉറവയായി ആ തവക്കുലിന്റെ പ്രതിഫലം ഭൗതിക ലോകത്ത് തന്നെ അള്ളാഹു കാണിക്കാണ്. ആ വെള്ളം കുടിച്ചു. അത് വെറും ദാഹം മാറ്റാനുള്ള ഡ്രിങ്ക് മാത്രമല്ല, അത് ഫലവത്തായ, വേണ്ട വൈറ്റമിനും കലോറിയും ശരീരത്തിന് സമ്മാനിക്കുന്ന ഭക്ഷ്യവസ്തു കൂടിയാണ്. ഉമ്മ കുടിച്ചു, കുഞ്ഞിന് കൊടുത്തു, അവരാരോഗ്യം വീണ്ടെടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങകലത്തുകൂടെ യമനിൽ നിന്നുള്ള ഒരു കച്ചവട സംഘം അങ്ങനെ യാത്ര പോകുമ്പോൾ മക്കയുടെ ആ ഭാഗത്ത് പറവുകൾ വട്ടമിട്ട് പറക്കുന്നത് കാണുക. ജുർഹും ഗോത്രക്കാരാണ് അവർ, യമനികളാണ്. അവരാ കാഴ്ച, നമ്മൾ സാധാരണ ഈ വഴിക്ക് പോകുമ്പോൾ അവിടെ അങ്ങനെ പക്ഷികൾ വട്ടമിട്ട് പറക്കാറില്ലല്ലോ. വെള്ളമുള്ളിടത്താണ് മരുഭൂമിയിൽ പറവുകൾ അങ്ങനെ വട്ടമിട്ട് പറക്കാറ്. അവിടെ ഒരു വെള്ളത്തിന്റെ സാന്നിധ്യം നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ജുർഹും ഗോത്രക്കാരായ യമനികൾ ആ ഭാഗത്തേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ തള്ളയെയും കുഞ്ഞിനെയും കണ്ടു. സമൃദ്ധമായ ജലസംഭരണി കണ്ടു. അത് കണ്ടപ്പോൾ ആ യാത്രാസംഘം അനുവാദം ചോദിച്ചു, ഞങ്ങൾക്കൊന്ന് തമ്പടിക്കാൻ അനുവാദം തരുമോ, ഇവിടെ ഒന്ന് തങ്ങാൻ? ബീവി ഹാജർ അലൈഹിസ്സലാം അവരെ സ്വീകരിക്കുകയും അവർക്ക് അവിടെ താമസിക്കാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജുർഹും ഗോത്രം വരികയും അവരവിടെ സ്ഥിരതാമസക്കാരാവുകയും അതങ്ങനെ വികസിക്കുകയും പിറകെ ഇസ്മായിൽ അലൈഹിസ്സലാം യുവാവായപ്പോ ജുർഹും ഗോത്രത്തിലെ, യമനിൽ നിന്ന് വന്ന ജുർഹും ഗോത്രത്തിലെ ഒരു പെൺകുട്ടിയെയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം കല്യാണം കഴിച്ചത്. അങ്ങനെയാണ് ഒരു പുതിയ നാഗരികത, ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടാൻ കാരണമായ നാഗരികതയുണ്ടായത്. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പലപ്പോഴും വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ മക്കാ മണ്ണിന്റെ ചരിത്രം വരുന്നത്. ഇനി മദീനയുടെ ചരിത്രവും അത് പറയാൻ ഇന്ന് നമുക്ക് സമയമില്ല. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ളത്? നമ്മുടെ മനസ്സ് നിറയണം. അതിനോടുള്ള മഹബത്ത്, അതിനോടുള്ള ആദരവ്, തഅലീം, അത് നമുക്കൊക്കെ ഈ സമയത്തും ഏത് സമയത്തും വേണം. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഈ ചരിത്ര സത്യങ്ങളൊക്കെ അയവിറക്കുകയും ഓർക്കുകയും ആ വിശുദ്ധ ഗേഹത്തോടടുക്കുകയും വേണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടെ സംഗമിച്ച ജനലക്ഷങ്ങൾ അവരുടെ പ്രാർത്ഥനയുടെ ബറക്കത്ത് നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ പ്രതിനിധികളായി പോയ ഹാജിമാരുണ്ട്, ഹജ്ജുമ്മമാരുണ്ട്, അവരുടെയൊക്കെ ബറക്കത്ത് അള്ളാഹു നമുക്കും നൽകുമാറാകട്ടെ.